കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരുടെ വാക്കുകളിലൂടെ ശ്രവിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാന്റെ വചനങ്ങൾ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ, ഭഗവാന്റെ അനുഭവങ്ങൾ ഭഗവാനിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തരിൽ നിന്ന് കേൾക്കുക എന്നതും. രമേശ് സാറാണ്. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. ഞാൻ പറയണം, എന്നോട് ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സംസാരിക്കാനുള്ള കാരണം അത് ശിഷ്യനെ പറ്റി ചോദിച്ചപ്പോഴാണ്. സത്യദാസ് സാറേ അപ്പോൾ ആരോ പറഞ്ഞത് അദ്ദേഹം ശിഷ്യ പരമ്പര ഇല്ല എന്നല്ല, ഉണ്ട്, ഒരാളുണ്ട്. അല്ല, അദ്ദേഹം സമാധിയായി ആയില്ലേ? എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കരമന വെച്ച് ഒരു ദിവസം ഞാൻ ഒരു യാചന പോലെ തോന്നിയെങ്കിൽ പക്ഷേ യാചനയായിട്ട് തോന്നിയില്ല. പുള്ളി ഇങ്ങനെ ഛർദ്ദിക്കുകയാണ്, ഒരു കടത്തന്നെ ഇരുന്ന് കട്ടോട്ട്. എനിക്കത് സാധാരണ മനുഷ്യനായിട്ട് തോന്നാത്തതുകൊണ്ട് എന്നെ കൊണ്ടുപോയി അന്ന് പരിഹരിക്കാനും പറ്റിയില്ല. ഞാൻ പോലീസിനെ വിളിച്ച് മറ്റവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ സഹായത്തിന് വേണ്ടി ഏർപ്പാടൊക്കെ ആക്കി. ഈ വിവരം എത്തേണ്ട പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അവൻ ഈ ശരീരത്തിൽ അസ്ഥിയിൽ പിടിച്ച ചതയുള്ളൊരു മനുഷ്യനാണ്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അത് കടത്തന്നെ കിടന്ന് പോലീസുകാരെടുത്ത് ഇടിച്ച് വലിയ ഉപദ്രവിച്ചു, ശരീരത്തിൽ നല്ല കേടുപറ്റി വന്നു എൻ്റെ പറഞ്ഞു. പിന്നെ ഞാൻ ഈ കുമ്പളങ്ങ എടുത്ത് നെയ്ക്കുമ്പളങ്ങ ഉണ്ടല്ലോ, അതെടുത്ത് കൊടുത്ത് അവൻ്റെ ആ ശരിക്കെട്ട് ഇനി നീ ഇവിടെ നിൽക്കേണ്ട പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സതുദ്ദേശം കൊണ്ട് ചോദിച്ചു പോയി, അദ്ദേഹത്തിന് ഇവിടെ വരുത്തിക്കൂടെ അടുത്ത ഇത്. അയ്യോ, അവനിവിടെ വരുത്താൻ പാടില്ല, അവനെ ഇവിടെ എല്ലാത്തിനും കൊന്നുകളും കീർത്തികളായി. എല്ലാ ദുഷ്ടന്മാരാണ് ഇവിടെ. ഞാൻ സഹിക്കും, എല്ലാം സഹിക്കും. പക്ഷേ ഈ ദുഷ്ടന്മാരുടെ അദ്ദേഹം കണ്ട് അവൻ ഇങ്ങോട്ടേ ഞാൻ വരുന്നു പറഞ്ഞു. നരനാരായണ പാർവതത്തിൽ. അതെ, അതാണ് ആ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ആ സ്ഥലമൊക്കെ ഭഗവാനോട് ചോദിച്ചു. അവിടെ ചോദിച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹിമാലയത്തിൽ പോയി 12 പ്രാവശ്യം ഹിമാലയ യാത്ര ചെയ്തവനാണ് ഒക്കെയാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഭഗവാൻ പറഞ്ഞ ഒരു സ്ഥലവും കണ്ടിട്ടില്ല. അപ്പം ഭഗവാൻ എന്നോട് പറഞ്ഞെന്താ ഞാൻ ചിരിച്ചിട്ട്, പിള്ളേ, ഞാൻ 3 ജന്മം ഹിമാലയത്തിൽ സമാധിയായി. 3 മഹാമഹർഷിവര്യന്മാർ ആയിട്ട് അദ്ദേഹം 3 പ്രാവശ്യം അവിടെ സമാധിയായി. അതുകൊണ്ട് ഹിമാലയത്തിൻ്റെ എല്ലാ മുക്കും മൂലയും എനിക്കറിയാം. 3 ജന്മം ഹിമാലയത്തിലുണ്ടായിരുന്ന ആൾ. ഹിമാലയത്തിൽ പോയ പേരും അത് പറഞ്ഞത് കാലിലാണല്ലോ പോണേ. പിന്നെ ഞാൻ ഈ ഗന്ധകം പിന്നെ സാധനമൊക്കെ ഉണ്ടാക്കി ഒരു അത് രമേശൻ നിന്നാൽ ചത്തുവും അങ്ങനെയുള്ള സാധനം കൊണ്ട് പോവും. അങ്ങനെ ഞാൻ പോയി യാത്ര ചെയ്യാൻ പറ്റും, വളരെ ദൂരെ പോയി. സാധാരണക്കാരന് പോകാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ ഒരാൾ ഭഗീരഥൻ നിൽക്കും പോലെ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹം എന്നെ കണ്ടു, വിളിച്ചു. അവിടെ ജനറേറ്ററൊക്കെ വെച്ച് നല്ല പ്രകാശം, ജനറേറ്റർ ഭയങ്കര പ്രകാശം. അവിടെ ചെന്ന് കയറി വെള്ളം തോന്നി നമ്മൾ കിടക്കാൻ പറഞ്ഞു. 3 ദിവസം കിടന്ന് പോയത് അറിഞ്ഞില്ല. കാലിലെ പെരുവിരലിലും നഖവും എല്ലാം അതിൽ നിന്നൊക്കെ പിന്നെ വെള്ളമൊക്കെ പോയി. പോകാൻ നേരത്തെ തിരിച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ തന്നു.
കമ്പിളി അതൊക്കെ തിന്നത്. ഞാൻ അതെല്ലാം കൊണ്ട് താഴോട്ട് വരുമ്പോൾ ഓരോരുത്തർ ഇരിപ്പുണ്ട്. അവർ കണ്ണട ചെരുപ്പ് ഓരോ കൊണ്ട് വയ്ക്കും, ഞാൻ കാണാത്തവന് വയ്ക്കും. അവർ കണ്ണുറങ്ങുമ്പോൾ ഈ സാധനം കാണും. അദ്ദേഹം അതിൻ്റെ സന്തോഷം. അടുത്ത താഴോട്ട് വേറെ കയ്യിൽ കെട്ടിയതെല്ലാം ഈ താഴെ ഇറങ്ങിപ്പോൾ ഓരോരുത്തർ കൊടുത്തിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ആ ഹിമാലയ യാത്രയിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യം എൻ്റെ ഇപ്പോഴും ഓർമ്മ വന്നു. അവിടെ ഒരുപാട് അമൂല്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും ഡേഞ്ചറായിട്ടുള്ള പ്ലേസും ഉണ്ട്. ഒരു നരഭോജി മരമുണ്ട്. നരഭോജി മരം മനുഷ്യനെ മാത്രമേ അവൻ തിന്നുള്ളൂ. ഇപ്പം ആ നരഭോജി മരത്തിൻ്റെ പ്രത്യേകത ഭാഗം പറയുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടന്ന് അവൻ്റെ പോകണമെങ്കിൽ ഇതിൻ്റെ ശിഖരം ഉണ്ടല്ലോ, ഈ കാറ്റ് പോലെ വന്ന് ഇങ്ങനെ വീശി നമ്മളെ അങ്ങകത്താക്കും. പിന്നെ അത് തിരിച്ചു വരത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ ഇപ്പം അതിനകത്ത് ഇപ്പോഴും കാണും. അതിനൊന്നും വേറെ മുറിക്കാനോ പറക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യനെ തിന്ന സാധനത്തിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ചെന്നാലുള്ള സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ ഭഗവാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഭഗവാൻ ഈ ജന്മത്തിലെയോ കഴിഞ്ഞ ജന്മത്തിലെയോ ഒന്നുമല്ല. അദ്ദേഹം എത്രയോ ഇത് നമ്മളിപ്പോൾ യാത് സ്ഥലത്തെ കാര്യം പറഞ്ഞാലും ഭഗവാൻ അറിയാം ആ സ്ഥലം. അത് കേരളം എന്നല്ല, യാത് സ്റ്റേറ്റിലെ കാര്യം പറഞ്ഞാലും അറിയാം. ഇതിൻ്റെ പാദസ്പർശിക്കാത്ത സ്ഥലമില്ല. അമേരിക്കയിൽ ഞാൻ പോയപ്പോൾ സ്വാമി പറഞ്ഞു അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം പിള്ളേ, അമേരിക്ക പണ്ടൊരു ദ്വീപായിരുന്നു. അവിടെ മനുഷ്യവാസമൊന്നുമില്ല. അപ്പോൾ പലരും തപസ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് പോണേ. ഹിമാലയത്തിൽ തള്ളലായി എല്ലാവരും ചെന്നിരുന്നല്ലോ. അപ്പോൾ ഇവരൊക്കെ ആകാശമാർഗം സഞ്ചരിച്ച് ആ സ്ഥലത്തെത്തി അവിടെ ദ്വീപിൽ തപസ് ചെയ്യും. അങ്ങനെ ഹിമാലയത്തിലൊരു മരമുണ്ട്, അമരാവതി എന്ന് പറഞ്ഞ് ഒരു മരമുണ്ട്. അതിൻ്റെ കാ തിന്നിട്ട് പോയാൽ വർഷങ്ങളോളം വിശക്കാതിരിക്കും. അങ്ങനെ അഗസ്ത്യ മഹർഷി ഒരു പ്രാവശ്യം അമേരിക്കയിൽ തപസ് ചെയ്യാൻ പോയി. അന്ന് അങ്ങേര് തിന്നിട്ട് ആ കായ അവിടെ എറിഞ്ഞിട്ട് വന്നു. അതാണ് അമേരിക്ക. ആ കായ അവിടെ ഇട്ടിട്ട് വന്നതാണ് അമേരിക്ക ആയത്. ഞാൻ അമേരിക്കയിൽ പോയപ്പം ഭഗവാൻ പറഞ്ഞതാണ്. അപ്പോൾ അമേരിക്ക ഇന്ന് അദ്ദേഹം ഈ സ്ഥലങ്ങളെല്ലാം വളരാനും ഈ സ്ഥലങ്ങളെല്ലാം ഭയങ്കരമായി പുഷ്ടിപ്പെടാനും ഒക്കെ കാരണം ഇതുപോലെ മഹർഷിവര്യന്മാരുടെ തപോശക്തി. അതാണ് അതിൻ്റെ കാരണം. ഇതിനുള്ള കാരണം ഇപ്പോൾ അമേരിക്ക എല്ലാവരും പറയും ലോക ചക്രവർത്തിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും മൂലയിലിരുന്ന് ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഞാൻ അതുകൊണ്ട് അത് പറയാനായിട്ട് മഹാമഹർഷിവര്യന്മാരുടെ തപോശക്തിയാണ് ആ രാജ്യത്തിൻ്റെ വളർച്ച. ഭാരതം എന്തുകൊണ്ട് ഈ ഭാരതത്തെ ആയിരക്കണക്ക് വർഷങ്ങളാണ് ചൂഷണം ചെയ്തത്, എന്നിട്ട് ഭാരതം നശിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഭാരതത്തിലാണ് മഹർഷിവര്യന്മാരുടെ ഏറ്റവും കൂടുതൽ പരമ്പരകളുണ്ടായിരുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ഗുരുത്വമുള്ള സ്ഥലം ഭാരതമാണ്. ആ ഗുരുത്വം പിന്നെ ഭാരതം ഗുരുസ്ഥാനമാണ്. ഇതിൻ്റെ പവറാണ് ഇവിടെ അവരും തൊടാൻ സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് ഒരു ഗുരുസ്ഥാനികനായിട്ട് ഒരാൾ വന്നപ്പോൾ ഇത്രയും ഭാരതം പ്രകാശിക്കാൻ ഇടവന്നത്. അവിടെ ഒരു ഗുരു വന്നപ്പോഴാണ് പ്രകാശിക്കാൻ ഇടവന്നേ. ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ശരിക്കും ഒരു വ്യക്തിയല്ല, ഒരു ഗുരുവാണ്, ഒരു താപസനാണ്. ആ താപസം വന്നപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് അതുപോലെ ഒരു ശരീരം വേണം. ഗുരുക്കൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരം, വേറൊരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെ പവറുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവൻ തന്നെ പലരും പറഞ്ഞ കേട്ടുണ്ട്, ഇവിടെ വന്ന് പലർക്കും പലതും വേണം, പലരും വന്ന് ആവശ്യപ്പെട്ടിട്ട് പോകും. അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അവർക്കത് വയ്ക്കാനുള്ള യോഗമില്ല. 10 കിലോ ചുമക്കാൻ കഴിവുള്ളവൻ്റെ തലയിൽ ഞാൻ 100 കിലോ പിടിച്ചു കൊടുത്താൽ അവൻ എങ്ങനെ ചുമക്കും? ഈ വരുന്നവർക്കെല്ലാം പണക്കാരാവണം, വരുന്നവർക്കെല്ലാം വലിയ ആളാവണം, അവനെ അങ്ങനെയാക്കി ഇവനെ ഇങ്ങനെയാക്കി ഭഗവാന്റെ അടുത്ത് വന്നതിന് ശേഷം ഒന്നുമില്ലാതിരുന്ന ഒരു പല നിലയിലെത്തിച്ചേർന്നു. അവൻ അതിനുള്ള യോഗമുണ്ട്, അത് ഭഗവാൻ കൊടുത്താൽ സംരക്ഷിക്കാനുള്ള ചുമക്കാനുള്ള ശക്തിയില്ല. ഒരു ശക്തിയില്ലാത്തവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ? ഇതുകൊണ്ടാണ്. അല്ലാതെ അപ്പം ഭഗവാന്റെ അടുത്ത് ഓരോരുത്തർക്ക് കിട്ടിയത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നതെന്നാണ്. ഞാൻ ഇന്ന് ചേട്ടൻ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ പോലും ശരിക്കും ഇൻ്റർവ്യൂ അല്ല, ഭഗവാന്റെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മീയ
പ്രാർത്ഥന, നമ്മുടെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, സ്മരിക്കുക. 100%. ഇത് സ്മരിക്കുന്നില്ല നമുക്ക്. ഇത് ലൈവായിട്ടുള്ള കാര്യമാണ്, നമ്മളിത് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്, അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. ഞാൻ അതുപോലെ നമ്മൾ ഈ ചാനലിലൂടെ കൊണ്ടുവരണ ഇപ്പോൾ അണ്ണ പോലെ ഒരാളിനെ കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാനിരുന്ന് ഇനി പറയാൻ പറ്റൂലല്ലോ. അതെ, ഭഗവാൻ പറയും, ആരിലൂടെയെങ്കിലും പറയും. ആ ആളിലൂടെ ഓരോരുത്തരുടെ പറഞ്ഞ് ഇതിനെ അക്ഷരം പതി സ്വീകരിച്ച് നമുക്ക് മാറാനായിട്ട് ഓരോ അവസരം ഒരുക്കുകയാണ് ഓരോ എപ്പിസോഡും. ഓരോ എപ്പിസോഡ് അതിൻ്റെ പ്രാധാന്യമാണ്. ദൗത്യം ഏൽപ്പിക്കും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെയൊക്കെ ധാരണ ഈ രാഷ്ട്രീയക്കാരുടെ സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അതല്ല, ഒരിക്കലുമല്ല. അതിന് തുടക്കം കുറിച്ചത് ആധ്യാത്മികമായ ഒരു ശക്തിയാണ്. ആ തപോശക്തി വിവേകാനന്ദനോട് പ്രവർത്തിച്ചതാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഗുരുദേവൻ നീ അങ്ങോട്ട് നാട്ടിലേക്ക് വിട്ടോന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തെക്കുറിച്ചും ഗുരു പരമ്പരകളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു. അതുവരെ നമ്മൾ വെറും മ്ലേച്ഛമായിട്ട് വിവരദോഷികളായിട്ട് കണ്ടിരുന്ന യൂറോപ്യൻസിനെ മനസ്സിലായി ഇത് സാധാരണ ഇന്ത്യക്കാരനല്ലെന്ന്. അതെ. പിന്നെ അതിന് ഫോളോവേഴ്സ് അദ്ദേഹം പറഞ്ഞിട്ടും വന്നതാണ്, എനിക്ക് ശേഷം ഇനി ഒരുപാട് എൻ്റെ പരമ്പരകൾ വരും, ഇങ്ങോട്ട് സന്യാസിമാർ വരും. അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് ഈ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരിലുണ്ടായിരുന്ന സുഭാഷ് ചന്ദ്ര ബോസ് തുടങ്ങിയ സമരക്കാർ, അവരിലെല്ലാം ഈ സ്വാമി വിവേകാനന്ദൻ വിതച്ച ആത്മീയ അതാണ് ഇന്ന് സ്വാതന്ത്ര്യ സമരം. ഇവരിലെല്ലാം ഗാന്ധി ഉൾപ്പെടെ വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു ഭഗവാനും അത് തന്നെയാണ്. അന്നദാന പ്രഭുവായ ഭഗവാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സഞ്ചാരവേളയിൽ ഒരുപാട് ക്ഷേത്രങ്ങളെ പറ്റി എന്നെ പറഞ്ഞാൽ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ലോകനാർഗാവ് ഉണ്ടല്ലോ. ലോകനാർഗാവിൽ ഒക്കെ പോയ കൂട്ടത്തിൽ അവിടെ കുറേ ദിവസം അവിടെ നിന്നു. അകത്ത് കയറില്ല, ക്ഷേത്രത്തിൽ പോരാതില്ല. വെളിയിൽ ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ ഒരു വൈകുന്നേരം പെട്ടെന്ന് ശ്രീകോലിനകത്തുനിന്ന് പൂജാരി പ്രസാദവും ആഹാരവും എല്ലാം നേരം കൊണ്ട് നേരിട്ട് കൊടുത്തു. അദ്ദേഹം പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി ആരോ ആണ് എന്നാണ്. പിന്നെ അദ്ദേഹം അവിടെ നിന്നില്ല. അവിടെ ലോകനാർഗാവിൽ വലിയ കിണറുണ്ട്. ആ കിണറിനകത്ത് ആദ്യം നോക്കുമ്പോൾ ഈ നമ്മുടെ തച്ചോളി ഉദയനെ ഉപയോഗിച്ചിരുന്ന വാളും ആ കാലത്തുനിന്ന് ഉപകരണങ്ങളെല്ലാം വാൾ പരിചയങ്ങളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഈ വഴിയുള്ള അദ്ദേഹത്തിന് മർമ്മ അങ്ങനെ ഉണ്ടല്ലോ അത്തരം വന്നു ചേർന്നെന്ന് ഒരിക്കൽ എന്നോട് സൂചിപ്പിച്ചത്. മാത്രമല്ല സഞ്ചാരിയെ കണ്ടിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരാഴ്ച തങ്ങുമെങ്കിൽ പിൽക്കാലത്ത് അത് അറിയപ്പെടുന്ന വലിയ മഹാക്ഷേത്രം പോലെ ആവുകയാണ്. തിരുമല കൊശക്കോട് ഉൾപ്പെടെ റോഡ് സൈഡിൽ നിന്ന് ആരിൻ്റെ വീട്ടിരുന്ന് പണ്ട് കണ്ട് നമ്മുടെ മങ്കാട് ആ ഒരു വഴിയമ്പലം ഉണ്ടല്ലോ, ആ വഴിയമ്പലത്തിൽ അദ്ദേഹം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ നിൽക്കുന്ന സമയത്ത് ആരോ അടിക്കാനായിട്ട് കൈ വാങ്ങി മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ. കൈ ഒടിഞ്ഞ ആൾക്കാരെ എടുത്തുകൊണ്ട് വേണ്ടു. അദ്ദേഹം ഒന്നും ചെയ്തില്ല, മിണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ക്ഷേത്രങ്ങളെല്ലാം സഞ്ചരിക്കുകയും അവിടെയൊക്കെ അന്നദാനത്തിന് ആണല്ലോ ഇന്ന് അന്നദാനത്തിന് കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും പ്രാധാന്യം ഇദ്ദേഹം വിതച്ച അത് തന്നെയാണ് ഇന്ന് മുമ്പൊന്നും ഇല്ലാത്ത വിധം ക്ഷേത്രങ്ങളിൽ ചൈതന്യം കൂടുകയും ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണങ്ങളും എല്ലാം നടക്കുന്നത്. അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾ എന്തിനാ നമ്മളെ അയ്യാ ഗുരുദേവൻ അറിയാമല്ലോ. അയ്യാ ഗുരുവിൽ നമ്മളെ ചാലപ്പൻ അവിടെ അന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടി ഭഗവാന്റെ അടുത്തൊന്ന് പറയുന്നു. അയ്യോ അവിടെ അത് വലിയ ആളല്ലേ, നോക്കുമല്ലോ ചെയ്യാൻ നോക്കുന്നു. ഇവരുന്ന് കരഞ്ഞു പപ്പയിരുന്ന് കരഞ്ഞു. പിന്നെ പിള്ള ചെയ്യുന്നു. അതിനുശേഷം പോയായിരുന്നു ഇല്ല. ഒരു പച്ച നിറത്തിലുള്ള ശിലയുണ്ടല്ലോ, അത് ഗംഭീരമായൊരു സമാധി, ഗംഭീരമായൊരു നല്ല കെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ദൗത്യം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പുറത്ത് പോയി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും സ്വാധീനിക്കാത്തതായ ഒരു അമ്പലവും നമ്മുടെ പരിസരത്തില്ല. ഇതിൽ അന്നദാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ അന്നദാനം സ്വാമി അന്നദാനം ചെയ്യുന്ന സമയം, കാരണം കള്ളിക്കാട് പോലെ ഒരു സ്ഥലം ദാരിദ്ര്യത്തിൻ്റെ സ്ഥലമാണ്. ശരിക്ക് ഈ ഞങ്ങളൊക്കെ കൊച്ചിലെ ഞാൻ ആശ്രമത്തിൽ നിൽക്കുന്ന സമയം പറഞ്ഞാൽ അവിടെ നിന്ന് വല്ലതും കിട്ടുന്ന കഞ്ഞിയും ഇത് മാത്രമേ ഉള്ളൂ. ശരിക്ക് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഈ രണ്ട് സൈഡിലെ വാരിയെല്ലാം കാണാം. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ദാരിദ്ര്യം. കാരണം ഈ ഭഗവാൻ ജോലി ചെയ്ത് അന്ന് 60 പൈസയാണ് ഒരു കത്തിരാവിയ കിട്ടുന്നത്. ഇത് വച്ച് വൈകുന്നേരം വരെ സൂര്യ ഉദയം തൊട്ട് അസ്തമയം വരെ ജോലി ചെയ്ത് ആ പൈസ എടുത്താണ് 30ഓളം പേർക്ക് ആഹാരം വെച്ച് കൊടുക്കണേ. എന്നിട്ടാണ് ബാക്കി സ്വാമിയുടെ അമ്മയുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം വേണ്ടി എല്ലാം ചെയ്യണേ. അപ്പോൾ അങ്ങനെ ജോലി കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. ഈ സമയത്താണ് ഭഗവാൻ ആദ്യമായി കഞ്ഞി വീഴ്ത്തെന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങിയത്. അന്നദാനം മാസത്തിൽ ഒരു ദിവസം, ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്? മാസത്തിൽ ഒരു ദിവസം ഈ അന്നദാനം. അന്ന് ഈ അന്നം തുടങ്ങാൻ രാവിലെ നമ്മളൊരു 10-12 മണിയാകുമ്പം വിളമ്പാൻ തുടങ്ങും.
പക്ഷേ 10 മണിയാകുമ്പോഴേ ആളുകൾ പാത്രമായിട്ട് വെയിറ്റ് ചെയ്യുന്നു വെച്ചാൽ 12 മണിയാവാൻ വെയിറ്റ് ചെയ്യുന്ന അത്രയ്ക്ക് വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട്. ഇന്ന് നമ്മൾ കണ്ടാൽ പല ക്ഷേത്രങ്ങളിലും അന്നദാനമുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം നിവൃത്തിയില്ലാത്തവർക്ക് അന്നം കൊടുക്കുന്നതല്ല, ക്ഷേത്രത്തിലെ ആഹാരം ഒന്ന് കഴിക്കാം. വിശന്നിട്ട് ആഹാരം കഴിക്കുന്നവരല്ല, വരൂ ആഹാരം കഴിക്കാം, ഇല്ല കുറച്ച് കഴിയിട്ട്, കാരണം വിശപ്പില്ല. പിന്നെ നിർബന്ധിക്കുമ്പോൾ ചെന്നിട്ട് അത് കഴിച്ചിട്ട് നമ്മൾ അന്നം കൊണ്ടിടുന്ന സ്ഥലത്ത് നോക്കിയാൽ അറിയാം, അവിടെ അന്നം ഇങ്ങനെ കൂടിക്കിടക്കും. കാരണം വേണ്ട, ആവശ്യമില്ലാത്തവർക്ക് അന്നം കൊടുക്കുന്ന സമയമാണ് ഇപ്പോഴത്തെ അന്നദാനം. ഭഗവാൻ അന്നദാനം ചെയ്ത അതല്ല, ആവശ്യക്കാർക്ക്, വിശക്കുന്നവന്, അന്നത്തിന് വഴിയുള്ളവന്. ഞാൻ ഭഗവാന്റെ അവിടെ നിന്ന് കുറേ കാലം അന്നം വെച്ചുകൊണ്ടിരുന്നതാണ്. സ്വാമിക്കും അന്നം വെച്ച് കൊടുത്തു. ശരിക്ക് അന്ന് വരുന്ന ആൾക്കാരുടെ എല്ലാം പാത്രം കഴിവണം നമ്മളാണ്. കാരണം ഞാൻ പറയും പാത്രം ഇവിടെ വെച്ചിട്ട് പോയി ആദ്യം. കാരണം എന്തെന്നറിയാമോ, ഈ ഇവർ പാത്രം കഴുകാൻ പോയാൽ സംഭവിക്കുന്നത് വെച്ചാൽ വെള്ളം ഞാനും അവിടുന്ന് ചുമന്ന് കൊണ്ടുവന്നാണ് ഇവിടെ വയ്ക്കുന്നത്. ഇവർ വെള്ളം മൊത്തം കോരി ഒഴിച്ചിട്ട് പോകും. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് കഴുകി വയ്ക്കാം. ഞാൻ കുറേ പാത്രങ്ങൾ ഒഴിച്ച് ഈ ആളുകളുടെ പാത്രവും കുടിക്കുന്ന ഗ്ലാസ്സും എല്ലാം ഞാൻ തന്നെ കഴിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറേ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് സത്യസായി നമ്മളെ ഇദ്ദേഹത്തിനെ ചാങ്കോട്ടോണ സ്വാമി എത്രയോ ദിവസം വന്നിട്ടുണ്ട്. സാറിൻ്റെ പാത്രം പിന്നെ സ്വാമിയെ കാണാൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാത്രം കഴിയിട്ടുണ്ട്. ശരിക്ക് അവസാനം നമ്മളെ ഇവിടെ ഇരുന്ന സ്വാമി ഉണ്ടല്ലോ, നമ്മളെ ഇവിടെ കടപ്പുറത്തിരുന്ന സ്വാമി ഉണ്ടല്ലോ, പൂന്തറ സ്വാമി. അത് അദ്ദേഹം ആദ്യം ഇരുന്ന ആളല്ല, രണ്ടാമതിരുന്ന ശരിക്ക് രണ്ടാമതിരുന്ന മധുസൂദന സാറ്. നല്ലൊരു നല്ലൊരു വലിയ മുണ്ട് കൊടുത്ത് നല്ല ജൂബിയൊക്കെ ഇട്ട് നല്ല സൈസാണ്. ഇന്ന് സ്വാമി കത്തിരാവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കും. ഒരു ദിവസം സ്വാമി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും, ഈ നിഴൽ അടിച്ചാൽ ഈ കത്തിയെല്ലാം ഇത് കിട്ടുന്ന പ്രകാശം കിട്ടൂല. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി വെച്ചു. അദ്ദേഹത്തിന് ഞാൻ ആഹാരം കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ പാത്രം കഴുകാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മാധവൻപിള്ള സാറ്, ഇവിടുത്തെ സാറ്, അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വരാത്ത പുണ്യാത്മാക്കളില്ല. അപ്പോൾ ഈ ആഹാരം വെച്ച് കൊടുക്കുന്ന സമയത്ത് തിരുമേനി ഉണ്ടല്ലോ, മാർഗരീസ് തിരുമേനി, അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മളെ ആശ്രമ ഉദ്ഘാടനത്തിന് ഭദ്രദീപം തെളിയിച്ച അദ്ദേഹമാണ്. അന്ന് അധ്യക്ഷനായിട്ടിരുന്ന പാളയം ഇമാമാണ്. അപ്പോൾ ഭഗവാന് ഈ ഹിന്ദു ആചാര്യന്മാരെ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ല, അദ്ദേഹം അങ്ങനെ ഒരു മതത്തിൻ്റെ ആളായിരുന്നില്ല. അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരന് രൂപമോ മതമോ ഒന്നും ഇല്ലെന്ന് പറയാൻ. അദ്ദേഹം ഈശ്വരനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല. മതസ്ഥര് മതത്തെക്കുറിച്ച് ചിന്തിക്കും, ദൈവങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഈശ്വരൻ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കത്തില്ല, അത് അവർക്ക് മതമില്ല, അതുകൊണ്ട് ഭഗവാന് മതമില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ ഭഗവാൻ കാട്ടിത്തന്നതാണ്. അപ്പോൾ അന്ന് ഈ അന്നം രാവിലെ ഇന്ന് അരി വാങ്ങിക്കാൻ വേണ്ടി, ഇന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി ഇന്ന് അരി വാങ്ങിക്കുകയാണ്. രാത്രി വരെ കത്തിരാവി കിട്ടുന്ന പൈസ തന്ന് രാവിലെ ഞാൻ സൈക്കിളിൽ ഒട്ടി കള്ളിക്കാട് ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങിച്ച് അരിയും വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്. ഈ കഞ്ഞി വയ്ക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ചോറ് ആവും. അപ്പോൾ ഈ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ നിൽക്കുന്ന പിള്ളേർ പതുക്കെ അകത്തോട്ട് അടുക്കളയിലോട്ട് എത്തി നോക്കി നിൽക്കും, ചോറായോ എന്ന്. മനസ്സിലായല്ലേ? അപ്പോൾ അങ്ങനെ അന്നത്തിന് ഇത്രയും പ്രാതികം. കാരണം 1 കിലോമീറ്ററോളം ദൂരത്തിലൊക്കെയാണ് കഞ്ഞി വെച്ച് നടത്തിയപ്പോൾ ക്യൂ റോഡ് സൈഡിൽ. അന്ന് റോഡിൻ്റെ 2 സൈഡിലെത്തിയാണ് ചെയ്യണേ. അന്ന് അതിലൂടെ ഇപ്പോൾ വല്ല സമയത്തൊക്കെ ആയിരിക്കും ഒരു ബസ്സോ ഏതെങ്കിലും കാറോ വേണം, ചിലർ ബ്രേക്ക് ഒട്ടാതെ പോവും സ്പീഡിൽ. അപ്പോൾ ഇതിൻ്റെ പൊടി അടിച്ചിട്ട് ഈ പൊടിയും കൂടി ഈ കഞ്ഞിയിലേക്ക് പറന്നു വീഴും. എന്നാലും അതിനെപ്പോലും മാറ്റാതെയാണ് കാരണം ഒരു അരിയുടെ അല്ലെങ്കിൽ ഒരു ചോറിൻ്റെ വില അറിയായിരുന്നു. ഇന്നിപ്പോൾ ആർക്കും അന്നം വേണ്ട. ഇന്ന് അന്നദാനം എന്ന് പറഞ്ഞ ഒരു പ്രഹസനമാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാണ്, അല്ല ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എത്രയോ അമ്പലങ്ങളിൽ എൻ്റെ അടുത്ത് തന്നെ അന്നദാനത്തിന് വന്ന് ഞാൻ ഇപ്പോഴും പൈസ കൊടുക്കാറുണ്ട്, അന്നദാനത്തിനെന്നും പറഞ്ഞ് പൈസ കൊടുക്കാറുണ്ട്. ശരിക്കും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഭഗവാൻ അന്നദാനം അന്നദാനം നടക്കുന്നതിലുള്ള സന്തോഷം കൊണ്ട് പൈസ കൊടുക്കണം, അല്ലാതെ അന്നത്തിന് നിവർത്തിയില്ലാത്തവർക്ക് അന്നം കൊടുക്കണമല്ല. ആ അന്നദാനം ചെയ്യുന്ന സമയമായിരുന്നു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നദാനം. 50 വർഷത്തിന് മുമ്പാണ് ഭഗവാൻ ആദ്യമായിട്ട് കഞ്ഞി വീഴ്ത്ത് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ ഒരു അന്നദാന അവസ്ഥയല്ല ഇന്ന്. ഇന്ന് എല്ലാവരും സമ്പന്നരായി. കള്ളിക്കാട് ഭാഗത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആരുണ്ട് സാർ ഇപ്പം? അത് പുണ്യഭൂമിയായി. ആ പഴയ പറഞ്ഞ് പണ്ട് കള്ളിക്കാട് എന്ന് പറയുമ്പോഴേ ഒരു പുച്ഛത്തോടെ കണ്ടിരുന്ന കാലം. പുച്ഛമായിരുന്നു. ഞാൻ ജനിച്ച സ്ഥലമാണ് എങ്കിൽ പോലും അവിടെ പുച്ഛമായിരുന്നു. ഞങ്ങളുടെ നഗരത്തിലെ
അതൊരു വാക്കായിരുന്നു. അവിടെ കള്ളിക്കാട്ട് പോയി തീർന്നു. അത്ര മ്ലേച്ഛമായി സംസാരിച്ചിരുന്ന ഒരു സ്ഥലം ഇന്ന് സ്വർഗ്ഗതുല്യമായി കഴിഞ്ഞു. 100% ഭഗവാൻ വന്ന് അവിടെ സ്വർഗ്ഗതുല്യമാക്കി മാറ്റി. അതെ, തപോഭൂമിയാക്കി. അത് സാർ അന്നും ഭഗവാൻ എന്തുകൊണ്ട് അവിടെ വന്നു? അത് പുണ്യഭൂമിയായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ വന്നിരിക്കണമെങ്കിൽ അത് പുണ്യഭൂമി ആയതുകൊണ്ടാണ്. അത് അന്നും പുണ്യഭൂമിയാണ്, ഇന്നും പുണ്യഭൂമിയാണ്. അഗസ്ത്യവനത്തിന്റെ താഴ്വര അത്ര ശരിക്കും അഗസ്ത്യവനത്തിൽ നിന്ന് തലോടി വരുന്ന വായുവാണ്, അതായത് മരുന്നുകളുടെ ഒരു കൂമ്പാരമാണ് അഗസ്ത്യവനം. അവിടുന്ന് തലോടി വരുന്ന വായുവാണ് അവിടെയുള്ളവർ ശ്വസിക്കുന്നത്. അപ്പോൾ അത്ര പവിത്ര ഭൂമിയാണ്. പക്ഷെ ആളുകൾ മാറ്റം വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്നും ഇല്ല, മാറ്റമില്ലെന്നില്ല, ഇല്ല സാർ. ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ അന്ന് പറയണം, അന്ന് ഭഗവാൻ 50 വർഷത്തിന് മുമ്പ് കൂലിപ്പണി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടി ഊമക്കത്തയച്ച് പിടിപ്പിച്ചത്. അതേ ആളുകൾ ഇന്ന് ഊമക്കത്തയക്കുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇന്ന് ഊമക്കത്തുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ കുറിച്ചും. അപ്പോൾ പിന്നെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ അതേ ആളുകൾ തന്നെയാണ്. അന്നത്തെ തലമുറയിലുള്ളവർ മരിച്ചു പോയെങ്കിലും മക്കളുണ്ട്. ഈ രക്തം മാറിയൊന്നുമില്ല. അച്ഛൻ്റെ അമ്മയിലെയും ജീവന്റെ പകുതിയാണ് മക്കള്. അച്ഛൻ്റെ അമ്മയിലെ ജീവന്റെ പകുതിയാണല്ലോ മക്കള്. അപ്പോൾ അച്ഛൻ്റെ ചിലപ്പോൾ ക്വാളിറ്റി കൂടുതലിരിക്കും, അമ്മയിലെ ക്വാളിറ്റി കൂടിയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ മക്കളിലേക്ക്. സംഭവം തന്നെ. അപ്പോൾ ഇതിങ്ങനെ മാറി വന്നെങ്കിലും അതിൽ നിന്ന് മാറ്റം ഒന്നും വരണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവരവരും കൂടി വിചാരിക്കും. അപ്പോൾ ആ വിചാരങ്ങൾ വന്നില്ല. അപ്പോൾ അത്ര ഭഗവാൻ ത്യാഗം ചെയ്ത് അന്നദാന പ്രഭുവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒന്നാണ് വിശപ്പ്. വലിയവനും ചെറിയവനും ഒരേപോലെ ഉള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വിശപ്പ് മാത്രമേ ഉള്ളൂ. അവൻ വലിയവനാണ്, അവന് വിശക്കില്ല. യവൻ ചെറിയവനാണ്, യവന് വിശക്കും. രണ്ടും ഒരുപോലെ ഉള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ. വലിയവനൊന്നും വലിപ്പോ ചെറുപ്പോ ഇല്ലാതെ ഒന്നേ ഉള്ളൂ, അത് വിശപ്പ് മാത്രമാണ്. അതിനാണ് അന്നം കൊടുക്കണേ. വിശപ്പിനറിഞ്ഞ ഒരു മതി എന്ന് പറഞ്ഞ ഒരു ആള് നിറഞ്ഞ് മതിയെന്ന് മനസ്സ് നിറഞ്ഞ് പറയുന്ന ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് അന്നം. വയറ് നിറച്ച് കഴിക്കുകയാണ്, ഇനി ഒരു ശകലം പായസം കൂടെ, അയ്യോ എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ഇത് ഉള്ളു നിറഞ്ഞ് പറയുന്ന ഒന്ന് അത് മാത്രമേ ഉള്ളൂ. വേറൊന്ന് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അയ്യോ ഒരു ആനയെ കൊടുക്കുകയാണ്, എന്നോട് ചോദിച്ചെങ്കിൽ ഒരു കുതിരയും കൂടി കിട്ടുമായിരുന്നു. മനസ്സിലായില്ലോ? ചോദിച്ചത് കുറഞ്ഞു, ആന മാത്രമല്ലേ തന്നുള്ളൂ, ഞാൻ ചോദിച്ചതെങ്കിൽ കുതിരയും കൂടി കിട്ടുമായിരുന്നു. അപ്പോൾ അപ്പോഴും അവൻ്റെ ആഗ്രഹം തീരുന്നില്ല. പക്ഷെ അന്നത്തിൻ്റെ കൂടെ ആഗ്രഹമില്ല. ആ അന്നം നിറവോടുകൂടി മനസ്സ് നിറഞ്ഞ് നമ്മൾ ആശ്രമങ്ങളിലെല്ലാം, അത് പോത്തങ്കോടാവട്ടെ കള്ളിക്കാട്ടാവട്ടെ, 3 നേരവും അവിടെ ചെന്ന് ഭക്ഷണമില്ലാതെ ഒരാൾ, വിശന്നുകൊണ്ട് ഒരാൾ അവിടെ വിട്ട് നമ്മളെ ആശ്രമം വിട്ട് പോവേണ്ടിയില്ല. അതെ, വളരെ അന്നദാനം ശരിക്കും പറഞ്ഞാൽ തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ്. ഇന്നിപ്പോൾ നാട് നീള ക്ഷേത്രങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അന്നദാനം ഇല്ലാത്ത അമ്പലങ്ങളില്ല. അന്നദാനം ഇപ്പോൾ ഒരു ചടങ്ങ് പോലെയായി. ഉത്സവം, നമ്മൾ പരിപാടി ഇപ്പോൾ കുറവാണ്. പണ്ട് പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പം പരിപാടി പോയിട്ട് അന്നദാനം. ഇപ്പം ചില മിക്കവാറും ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങളിൽ ഉള്ള താമസിക്കുന്നവർ വീട്ടിലിപ്പോൾ ചോറ് വയ്ക്കാറില്ല. ഉത്സവം തുടങ്ങി 10 ദിവസത്തെ ഉത്സവമാണെങ്കിൽ 10 ദിവസം ഭക്ഷണം വയ്ക്കണ്ടല്ലോ എന്നാണ്. ഗ്യാസിൽ ആവശ്യം പാത്രം കഴിവുണ്ട. അപ്പോൾ ആ പൈസ സേവ് ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ട് വന്ന് കഴിക്കുന്നതാണ്, അല്ലാതെ വിശന്നിട്ട് വന്ന് കഴിക്കുന്നതല്ല. ജോലി ചെയ്യാതെ ആഹാരം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 1-2 പേരെ കാണും യഥാർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നില്ല സാർ, 1-2 പേരും കാണില്ല. കാരണം അത്രയ്ക്ക് അന്നമില്ലാത്ത ആരുമില്ല ഇപ്പം. ഒരു നേരത്തെ അന്നത്തിന് വഴിയില്ലാത്ത ആരുണ്ട്. സഞ്ചാരം നടന്നവരുണ്ട് ഇപ്പോഴും. അതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ റിമോട്ട് ഏരിയകളിൽ, വളരെ ശ്രദ്ധിച്ചാലറിയും. റിമോട്ട് ഏരിയകളിലൊക്കെ അവർ ചോദിക്കില്ല. അല്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അന്നം ഈശ്വരൻ കൊടുക്കും. ആ സമയത്ത് അവർക്ക് വിശപ്പ് ഉണ്ടാവില്ല. അത് പ്രപഞ്ചത്തിൽ ലയിച്ച് ജീവിക്കുന്നവർക്ക്, അതിനെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവർക്ക് തണലില്ലെങ്കിലും അവർ ജീവിക്കും. അത് വേണമെന്നില്ല, അവർക്ക് തളർച്ചയില്ല. അവർക്ക് അത് ഭഗവാൻ താങ്ങിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞ ജീവികൾ നമ്മൾ കൊണ്ടിട്ട് വളർത്തുന്നതും പ്രപഞ്ചത്തിൽ ലയിച്ച് ജീവിക്കുന്നതും രണ്ടാണ്. പ്രപഞ്ചത്തിൽ ലയിച്ച് ജീവിക്കുന്നവർക്കൊന്നും ഒന്നും ആരും കൊടുക്കണ്ട. അത് പ്രപഞ്ച ശക്തി അവരെ നോക്കിക്കോളും, ഭഗവാൻ നോക്കിക്കോളൂ. അപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇനി ഒരു അല്ല, പറയാനുണ്ടെങ്കിൽ പറയാൻ വേറൊന്നുമില്ല. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ ഇത് തന്നെ നമുക്ക് അവിടെ വരുമ്പോൾ ഇത് ടച്ച് ചെയ്ത് വരും. അവിടുന്ന് ആധ്യാത്മിക ശക്തി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഇവിടെ ഭൗതിക ശക്തി, ഭൗതികമായ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വേണം ആധ്യാത്മിക രംഗം പോകാൻ. ആധ്യാത്മികതയിൽ ഊന്നിയ നമ്മുടെ ഭഗവാന്റെ ആശ്രമത്തിൽ അനുദിനം വളർന്ന മാറ്റമല്ലേ ഇത്. ഓടെ വരുന്ന ഓരോ വ്യക്തികളിലും അത് കാണേണ്ടതാണ്. ആധ്യാത്മം വേണം, ആത്മീയം വേണം, ശക്തമായ ആത്മീയം വേണം. അതിലൂടെ തൻ്റെ ഭൗതിക ഉയർച്ചയ്ക്കും ശ്രമിക്കണമെന്നാണ്. അതായത് ഒന്നിലല്ല, അങ്ങനെ ഒരു സമന്വയത്തിൻ്റെ ഒരു പാത നമുക്ക് തെളിയിച്ച് കാണിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്.
പക്ഷേ ഇതിൽ ആത്മീയമായിട്ട് വരണമെങ്കിൽ നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ല. ഇല്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ മാറാൻ തയ്യാറാവണം. അതെ, മാറാൻ തയ്യാറാവണതിൻ്റെ ആദ്യ പടിയാണ് ജീവികളെ കൊന്നു തിന്നുന്ന ശവം തീറ്റി നിർത്തണം. ഈ പാവം പിടച്ച് ജീവിക്കുന്ന എല്ലാത്തിനെയും പിടച്ച് ഏത് ജീവി ജീവിച്ചാലും മീനായാലും പിടച്ച് ജീവിച്ചാൽ ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മരിക്കുന്നതാണ്. പിടയ്ക്കാതെ മരിക്കുന്ന നമ്മുടെ ഇൻവേഷൻ, നമ്മുടെ ഇതുണ്ടല്ലോ, ഈ വിദേശികളുടെ ആഗമനം, അവർ അടിച്ചേൽപ്പിച്ച ഭക്ഷണരീതി അവർ അടിച്ചേൽപ്പിച്ചതാണ്. അത് മാത്രമല്ല, ഈ തന്തേ പെരിയാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്രിയയുണ്ട്. ഒരു ബിഷപ്പാണ് അതിന് പിന്നിൽ കാണിച്ചത്. അവർ ചെയ്തത് ആര്യദ്രാവിഡന്മാർ എന്ന 2 തരത്തിൽ നമ്മൾ വിഭജിച്ചു. അത് ഇന്നും നമുക്കത് വളരെ ഇപ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ നമ്മുടെ അപ്പം അത് കാരണം എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് നമ്മൾ ദ്രാവിഡന്മാർ. അതിന് വിവേകാനന്ദ സ്വാമിയുടെ ഭംഗിയായിട്ടത് വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആര്യന്ന് വെച്ചാൽ എന്താ? അതെ, ആര്യവർത്തം എന്ന് വെച്ചാൽ നമ്മൾ സിന്ധുനാട് സംസ്കാരം പറയും, പക്ഷെ നമ്മൾ പറയുന്ന ആര്യവർത്തം എന്ന് പറഞ്ഞാൽ രാവണനെ ദ്രാവിഡനായിട്ട് കണ്ടു. പക്ഷെ രാവണൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിളിക്കുക ഹേ ആര്യപുത്ര എന്നാണ് വിളിക്കുന്നത്. അതെ, ശ്രീരാമൻ്റെ സീത അദ്ദേഹം വിളിക്കുന്നതാണ്. ആര്യൻ എന്നത് സംസ്കൃത പദം അത് ശ്രേഷ്ഠമാണ് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ വളരെ വ്യക്തമായിട്ട് അവിടെ ചെന്ന് പറഞ്ഞത്. നമ്മൾ അങ്ങനെയല്ല, ശ്രേഷ്ഠമായി വർത്തിച്ചിരുന്ന അത് ആര്യവർത്തം. അത്തരത്തിലുള്ളത് ആര്യനും ദ്രാവിഡനുമില്ല, അത് ഇവർ സൃഷ്ടിച്ചതാണ്. അതെ, നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി. എന്നതുപോലെ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന പല കാര്യങ്ങളിലും ഒന്ന് ഈ മാംസം ആഹാരം തീറ്റിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ കൾച്ചർ ഇല്ലാതാക്കുക, അതിനു വേണ്ടി ചെയ്തതാണ്. നമ്മുടെ ഇത് ലോക ഗുരുസ്ഥാനത്ത് നിന്നും മാറ്റേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷെ അത് നല്ല തിരിച്ച് വീണ്ടും ആ പഴയ സ്ഥാനത്ത് തന്നെ തിരിച്ചു വരുന്നുണ്ട്. പണ്ട് ചിലപ്പോൾ സാധാരണ ഒരു വീട്ടിലൊക്കെ മാംസം, മത്സ്യമൊക്കെ പോട്ട്, അല്ലാതെ മാംസമൊക്കെ ഒരു വർഷത്തിൽ 1-2 ദിവസമൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു ദീപാവലിക്കോ അതുപോലെ ചിലപ്പോൾ ക്രിസ്മസിനോ അതുപോലെ ഏതെങ്കിലും ഒരു ഉത്സവ ദിവസം പോലെ ഒരു ദിവസത്തിൽ നമ്മൾ ഓണത്തിന് ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല. അന്ന് ഉള്ളി പച്ചക്കറിയാണ്. ഇന്നിപ്പോൾ മത്സ്യമാംസം ഇല്ലാത്ത ഓണമില്ല, ഓണത്തിന് വരെ ശവക്കറി ഇല്ലെങ്കിൽ ഓണം വരില്ല. അപ്പോൾ ഇതിന് കാരണമായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് ആളുകളുടെ സൗകര്യം കൂടിയപ്പോൾ ആളുകൾ സംസ്കാരം മറന്നു. ഈ സംസ്കാരം മറന്നതിൻ്റെ ഭാഗമാണ് ഈ ആശുപത്രികളിൽ ഇങ്ങനെ കുമിള് പോലെ പോകുന്ന കാരണം. കാരണം ഈ കഴിക്കുന്ന മാംസം എന്ന് പറഞ്ഞാൽ ഓരോ ജീവിയുടെ കർമ്മഫലമാണ്. കർമ്മഫലം തിന്ന് അവൻ കർമ്മഫലം രോഗരൂപത്തിലാണ് വരുന്നത്. കർമ്മരോഗം. ഈ രോഗത്തിൽ വന്നാണ് ഈ ക്യാൻസർ തൊട്ട് മഹാവ്യാധികൾ എല്ലാത്തിനും കാരണം ഈ ജീവികളിൽ കുടികൊണ്ടിരിക്കുന്ന കർമ്മഫലം തന്നെയാണ്. കർമ്മഫലം കുറയ്ക്കാൻ വന്നതാണ് ഇവിടെ. മനുഷ്യൻ തിരിച്ചറിവ് ഭാവത്തോടു കൂടി ജനിപ്പിച്ചതാണ് മനുഷ്യനെ. മനനം ചെയ്യാൻ ശക്തിയുള്ളവൻ മനുഷ്യൻ. 2 മനസ്സ് അല്ലെങ്കിൽ നാളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, അത് മനുഷ്യജീവി മാത്രമേ ഉള്ളൂ. മറ്റ് ജീവികൾ ഇപ്പോൾ സിംഹം ഒന്നിനെ വേട്ടയാടാൻ പോയി, ബൈ ചാൻസ് അവനൊന്നും കിട്ടിയില്ല, അവൻ ആ ഒരു വിഷമത്തിൽ തളർന്നു വളർന്ന് കിടക്കും. പിറ്റേന്ന് രാവിലെ കഴിച്ചാൽ അവൻ വീണ്ടും ട്രൈ ചെയ്യും, അന്നല്ലെങ്കിൽ പിറ്റേന്ന് അവന് കിട്ടിയിരിക്കും. മനുഷ്യ അങ്ങനെയല്ല. വയറ് നിറച്ച് ആഹാരം കഴിച്ച് ഏമ്പക്കുമ്പിട്ട് കിടക്കുന്ന സമയത്ത് അടുത്ത ദിവസത്തെക്കുറിച്ച് ആലോചിച്ചവൻ ഉറങ്ങൂല, അടുത്തവന് പാര വയ്ക്കാൻ വേണ്ടി ആലോചിച്ചവൻ ഉറങ്ങൂല. ഇവൻ ഇങ്ങനെ ദുഃഖിച്ച് രാത്രി കിടക്കും. ഇത് തിന്ന് ഇന്നത്തെ ദിവസം ഇന്ന് ഭഗവാൻ നമ്മളെ ഉറക്കത്തിലേക്ക് നയിച്ചിട്ട് നാളെ ഉണരും എന്ന് ഒരു ഉറപ്പുമില്ലാത്ത യവൻ ഇന്ന് രാത്രി കിടന്ന് ആലോചിക്കും, നാളെ മറ്റവന് ചെന്നിട്ട് എന്ത് പണിയാം, എങ്ങനെ ഇവനെ ദ്രോഹിക്കാം, എന്തൊക്കെ ഇവന് അയൽവക്കാരനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ ചിന്തിക്കാൻ വേണ്ടി നിൽക്കുന്ന മഹാഭാവികൾ മനുഷ്യനെ പോലെ ഒരു ജീവജാലങ്ങളിലും ഇല്ല. അവർ ഒരു മാംസബുക്കുകളായ ജീവികൾ. അവൻ്റെ ആഹാരത്തിന് വേണ്ടി അവൻ ഇര തേടി ജീവിയെ കൊല്ലും. അവന് അത് മാത്രമേ ഉള്ളൂ. ഇല്ല, മനുഷ്യൻ അങ്ങനെയല്ല. തിന്നിട്ട് ബാക്കിയുള്ളതിനെടുത്ത് മോർച്ചറിക്കകത്ത് വയ്ക്കും, എന്നിട്ട് മോർച്ചറിയിൽ നിന്ന് എടുത്ത് വീണ്ടും ചൂടാക്കും, വീണ്ടും തിന്നും. ഒരു ജീവികളും തിന്നൂല. ഇപ്പോൾ സിംഹമൊക്കെ മൃഗങ്ങളെ തിന്നുമെങ്കിലും അവൻ വേണ്ടാത്തതിനെ പാവപ്പെട്ട അശക്തരായ മൃഗങ്ങൾക്ക് ഇട്ടിട്ട് പോകും. അതാണ് അവനെ രാജാവെന്ന് പറയാൻ കാരണം. അവൻ എത്തിക്സ് ഉള്ളവനാണ്. അവൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവന് വിശപ്പ് തീർന്നാൽ, അവൻ ഒരു ജീവിയെ പിടിച്ച് കൊന്ന് തിന്നാൽ ആ ആഹാരം അവന് വിശപ്പ് തീർന്നാൽ അവൻ ആഹാരം കളഞ്ഞിട്ട് പോകും, ബാക്കി ജീവിയൊക്കെ കൊടുത്തിട്ട് പോകും. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. ഇന്ന് അവൻ തിന്നിട്ട് വേറെ ഒരാളിനെ കൊടുക്കാതെ ഇതിനെ കൊണ്ട് മോർച്ചറിക്കകത്ത് വെച്ച് വീണ്ടും 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 ചൂടാക്കി തിന്നുന്ന മൃഗങ്ങളെക്കാൾ ഈ മാംസവും തിന്നിട്ടാണ്
യവൻ രാത്രി മാംസം തിന്ന് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ദേഹത്ത് തൊലിയില പുറത്ത് കുറച്ച് സോപ്പും ഒക്കെ തേച്ച് കുളിച്ച് ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അമ്പലത്തിലേക്ക് നിർമ്മാല്യം തൊഴാൻ പോണത്. നിർമ്മാല്യം അകത്ത് ഒരു ജീവിയെ സഹജീവിയെ തിന്ന് അതിനകത്ത് ബോഡി അതിൻ്റെ ജഡം അകത്ത് കിടക്കുകയാണ്, ശവം. ഈ ശവവും കൊണ്ട് അമ്പലത്തിലേക്ക് ചെന്നാൽ ഏത് ദൈവം പ്രസാദിക്കും സാർ? അത് കൂടുതലും ഈ മാംസാരം കഴിക്കും മൃഗീയവാസന വരും. മൃഗീയവാസനയല്ല, ഒരു ദൈവം മൃഗതുല്യരാവും. ഇപ്പോൾ നമുക്ക് പറയാൻ മിക്കവാറും സ്ത്രീകൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരത, മനുഷ്യ സഹോദരങ്ങളോട് രക്തബന്ധങ്ങൾ വില പോയി. ശരിക്കും പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ തന്നെ കണ്ട് മയക്കുമരുന്നിന് അടിമകൾ. നമ്മുടെ മൂല്യച്യുതി വരുത്തുക എങ്കിൽ മാത്രമേ ചില ദുഷ്ടശക്തിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയൂ. അതിനുവേണ്ടിയാണ്. അല്ല, ഇതിനെല്ലാം കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാരണം ഈ ലഹരി സാധനങ്ങളാവട്ടെ അല്ലെങ്കിൽ മയക്കുമരുന്നാവട്ടെ മറ്റ് ദുർവാസനകൾക്കെല്ലാം പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരവും ദൈവാധീന ഇല്ലായ്മയും തന്നെയാണ്. ഒരു ഈശ്വര ഭക്തന് അല്ലെങ്കിൽ ഒരു ഗുരുത്വമുള്ള ഒരാളിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ജീവിയെ കൊല്ലാനോ ഒരു ജീവിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ മദ്യ ലഹരി ആസക്തി ഇതിലേക്ക് പോകാനോ ഒന്നും അവന് പറ്റില്ല. കാരണം അവൻ്റെ ഗുരുത്വം അവനെ അന്നൊരു നയിക്കില്ല, അവനതിനെ തിരിപ്പിച്ചു കൊണ്ടുപോകും. മറ്റേത് ഈ നെഗറ്റീവ് അദൃശ്യ ശക്തികൾ യവനെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകും. കാരണം യവൻ ചെയ്യുന്ന പ്രവൃത്തികളും യവൻ തിന്നുന്ന ആഹാരവും അവനെ വളർത്തുന്ന ആ നെഗറ്റീവ് വാസനകൾ വളർത്തുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവന് പോസിറ്റീവ് വാസന വരണമെന്ന് വെച്ചാൽ എങ്ങനെ വരും? നമ്മൾ ഒരു സ്പ്രേ, നല്ല മണമുള്ള സ്പ്രേ അടിച്ചിട്ട് അതിൻ്റെ മണം നമുക്ക് കിട്ടും, വേറൊരു സ്പ്രേ അടിച്ചാൽ അതിൻ്റെ മണമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്താണോ നമ്മൾ യൂസ് ചെയ്യണത് അത് ആയിരിക്കും നമ്മളിൽ പ്രകടമാവണേ. അല്ലാതെ ഒരിടത്ത് കൊണ്ടുവന്ന് കമു നട്ടിട്ട് അതിൽ നിന്ന് കയറി തേങ്ങ അടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല, അതിൽ നിന്ന് അടയ്ക്കേ കിട്ടുള്ളൂ. അപ്പോൾ ആ കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ ഒരു 5 മൂട് കമു നട്ടു, സ്ഥലം കുറവാണ് തെങ്ങിടാനുള്ള, അതുകൊണ്ട് 5 മൂട് അടയ്ക്ക നട്ടു. എന്നിട്ട് അതിൽ നിന്ന് തേങ്ങയും കൂടി 2 മൂട്ടിൽ നിന്ന് തേങ്ങ അടക്കണം, 3 മൂട്ടിൽ നിന്ന് അടയ്ക്ക അടക്കണം. ഒരിക്കലും കിട്ടില്ല. അടയ്ക്കേന്ന് കിട്ടുള്ളൂ, തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടുള്ളൂ. എനിക്ക് കമ്മുവിൻ്റെ അടയ്ക്കയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തെങ്ങിക്കറിയെന്ന് പറഞ്ഞ് കിട്ടത്തുമില്ല. അപ്പം നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വിതച്ച് വയ്ക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, തലമുറയ്ക്ക് വേണ്ടി വിതച്ച് വയ്ക്കുകയാണ്. അതറിയുന്നില്ല. ഒരാളിനെ വേദനിപ്പിച്ചാലും ഒരാളിനെതിരെ എന്തെങ്കിലും ചെയ്താലും അതിൻ്റെ പലിശ അടക്കം തിരിച്ചു വരും. പലിശയുണ്ട്, പലിശ ചേർത്താൽ കാലം പലിശ അടക്കം തിരിച്ചു വരും. ഇപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മളൊരു കാര്യം ഒരാളിന് അവനൊരു പാര വെച്ചു, അവനല്ല പാര വയ്ക്കണേ, സ്വന്തമായിട്ട് നെഞ്ചിൽ പാര വെച്ചെന്ന് വെച്ചാൽ മതി. അത് മനസ്സാക്ഷി എന്നൊരു സാധനമാണ്. താൻ എന്തൊക്കെ ചെയ്ത് ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാം, തൻ്റെ മനസ്സാക്ഷിയെ പറ്റിക്കാൻ കഴിയില്ല. മനസ്സാക്ഷി അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവൻ മറ്റുള്ള പറഞ്ഞ് ഞാൻ ഗാന്ധിയനാണ്, പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്നത് അവനറിയാം. തൻ്റെ മനസ്സാക്ഷി വഞ്ചിക്കാൻ ലോകത്ത് ആരും കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും വിചാരിക്കും നമ്മൾ ഒരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്ത വിവരം ആരും അറിഞ്ഞില്ല എന്ന് നമ്മൾ വിചാരിക്കും. നമ്മളെ മനസാക്ഷി അറിഞ്ഞോ? നമ്മളൊരു കാര്യം എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടായിരിക്കും ആ ഒരു പ്രവൃത്തി ചെയ്യണത്. ഒരു കള്ളത്തരം ചെയ്യണമെങ്കിൽ നല്ലത് ചെയ്യണമെങ്കിൽ നമ്മൾ 3 വട്ടം നമ്മൾ ആലോചിക്കും, അത് വേണോ വേണ്ടെന്ന് നമ്മളെ മനസ്സിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങണേ. അപ്പോൾ മനസാക്ഷി അറിഞ്ഞു. നമ്മളെ ഭഗവാനൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? മനസ്സിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതാണ് നമ്മളവിടെ ചെന്ന ഉടനെ തന്നെ നമ്മൾ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വന്നു മനസ്സ് കാണുന്ന ആളാണ്. നമ്മളൊന്നും പറയണ്ട. ഞാൻ സാധാരണ ഒരു ദിവസം ഞാൻ സ്വാമിയുടെ അടുത്ത് പോയി തൊഴാറുണ്ട് എന്നുള്ളത് ഒഴിച്ച് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുതു, നമസ്കരിച്ചു പാദത്തിനുണ്ട്. അപ്പോൾ ഞാൻ തൊഴുന്ന പറയുന്നത്, പിള്ളേ പതിവില്ലാതെ എൻ്റെ പാദത്തിലൊക്കെ മനസ്സിലായില്ല. ഞാൻ മുന്നൊന്നും തൊഴയാണ്. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിളിച്ച് വേറെ ഭഗവാന്റെ പാദത്തിൽ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുതാൽ എന്ന് മനസ്സുകൊണ്ടെടുത്ത് ഞാൻ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ടുണ്ട്, പിള്ളേരുടെ പതിവില്ലാതെ എൻ്റെ പാദത്തിൽ തൊട്ട് തൊഴാൻ പോണേ. അത് ഒരിക്കൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഇപ്പോഴത്തെ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ ചാലിൻ്റെ അപ്പുറത്ത് പൂർവാശ്രമത്തിൽ ഭഗവാൻ നിൽക്കുന്നു. അന്ന് ഇത്ര പുരോഗമിച്ചില്ല, അദ്ദേഹം അവിടെ പഴയ അവസ്ഥയിൽ. ഞാനും ജ്യേഷ്ഠനും ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്നു. അങ്ങോട്ട് സാറിന് ഇവിടെ കൈ കാണിക്കാം, ഇത് വരുന്നില്ല. തൊട്ടപ്പുറത്ത് വേറൊരാൾ വളരെ ദയനീയമായി നമ്മളെ നോക്കും, ഭഗവാനെ നോക്കുന്നുണ്ട്. എന്താണ് കാര്യം പിടിയിട്ടുന്നില്ല. ശരി, കാര്യമൊക്കെ പറഞ്ഞ് പോയിട്ട് അങ്ങോട്ട് കുടിക്കണം പറഞ്ഞു.
ഞങ്ങൾ ഈ രണ്ടും തിരിഞ്ഞപ്പോഴേ ഈ ആൾ ഓടി വന്നത്, സാറേ നിങ്ങൾ രണ്ടുടെ മുമ്പിൽ കിടന്ന് പാമ്പ് കണ്ടില്ലെന്ന് ചോദിച്ചു. തൊട്ടുമ്പ് കിടക്കുകയാണ്, വലിയൊരു സാധനമില്ലേ കിടന്നത്, നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ അതിനെ ചവിട്ടണം. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോകാതെ, അതിലോട്ട് ശ്രദ്ധ തരാതെ അതിനെ മാറ്റി അതിനെ ഒന്നും ചെയ്തില്ല. നമ്മളതൊന്നും കണ്ടില്ല. നമ്മളെ കണ്ടാലും നമ്മൾ ചാടും. കണ്ടാൽ നമ്മൾ ചാടാനൊരു സ്ഥലമില്ല. ഇല്ല. അങ്ങനെ ഭഗവാൻ ഈ എന്താണ് അദ്ദേഹത്തിന് മറയായിട്ടുള്ള ഒന്നുമില്ല. ഭഗവാൻ പരബ്രഹ്മ സ്വരൂപത്തിൽ നിൽക്കുന്നതിന് എന്തോ മറ. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു തുള്ളി വെഷ്ടി സമഷ്ടി എന്നൊരു സാധനമാണിത്. ഒരു തുള്ളി ജലം അത് വെഷ്ടി രൂപത്തിലാണെങ്കിൽ ആ ഒരു തുള്ളി ജലം സമുദ്രത്തോളം വ്യാപകമാണെങ്കിൽ ഈ സമുദ്രത്തിൽ വീണാൽ മതി. അതുപോലെ ഒറ്റ മനസ്സേ ഉള്ളൂ. നമ്മൾ ഈ വെഷ്ടി മനസ്സാണ്. അത്രയേ ഉള്ളൂ. ഭഗവാനോ സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും എല്ലാം അത് ആ നിമിഷം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. സംശയം. അപ്പോൾ പിന്നെ നമ്മൾ പാദസ്പർശനം മനസ്സുകൊണ്ടാണെങ്കിലും അദ്ദേഹം അറിയും. ഇതിനറിയാൻ പാടില്ല. എല്ലാത്തിനും മറയില്ലാത്തൊരു ഇതിൽ ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം. ഒന്നുമില്ല, ഭാവിയിലുള്ളതും ഭൈരവനും പ്രസൻറ്റും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നുമല്ല. അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളീ പറഞ്ഞ ഈ അദ്ദേഹത്തെ എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരില്ല. പിന്നെ നമ്മൾ വരവരുമത്തെ അറിയാമെങ്കിൽ എങ്ങനെ അന്തൻ ആനയെ കണ്ടതുപോലെ നമ്മുടെ കൊച്ചു മനസ്സുകൊണ്ട് അളക്കാൻ പോയാണെന്നും എവിടെ അളക്കാനൊന്നും നമ്മളതിൽ അതുപോലെ ഇല്ല. നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഭഗവാൻ വാരിക്കോർ തന്നുകൊണ്ടേയിരിക്കും. ആ ഒരു കാര്യം മാത്രമേ കൊടുക്കില്ല. ഭഗവാൻ ഒരു കുറവും ഭഗവാന്റെ ഭക്തർക്ക് വരുത്തൂല. ഭക്തർക്ക്, ഞാൻ വീണ്ടും പറയാണ്, ഭക്തർക്ക് മാത്രം. ഭക്തർക്ക്. അവിടെ ഭക്തി ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിലുള്ളവർക്കല്ല. അല്ല, മനസ്സിലായി. ഭക്തർക്ക് ഒരു കുറവും വരുത്തൂല. അവരെ കുടുംബത്തെ സ്വാമി സംരക്ഷിക്കും. അതിന് ഒരു സംശയം വേണ്ട. ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് സംരക്ഷിക്കും. അതെ, അതാണ് ശരിയാണ്. അതാണ് നേരത്തേക്കാൾ ഇപ്പോൾ കൂടുതലായി സംരക്ഷിക്കും. കാരണം ഇപ്പോൾ ഈശ്വരനിൽ ലയിച്ചിരിക്കുകയാണ്. പരബ്രഹ്മത്തിൽ ലയിച്ച് യോഗനിദ്രയിൽ ജീവസമാധിയിലിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റാണ് ഇപ്പോൾ വിളിച്ചത്. ഡയറക്റ്റാണ് വരുന്നത്. നമ്മുടെ അപേക്ഷ ഇപ്പം മറ്റേ എഴുത്ത് വയ്ക്കുന്നത്. മറ്റത് അവിടെ വയ്ക്കുന്ന അപേക്ഷ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യണം. വേണ്ട, ഇന്നിപ്പോൾ റെക്കമെൻഡേഷൻ വേണ്ട. വേണം. നേരത്തെ സാറ് കർണാടക സാറിൻ്റെ ഇരിക്കുന്ന സമയത്ത് കർണാടക സാറിനെ ഡയറക്റ്റ് ബന്ധമില്ലാത്തതിൻ്റെ പേരിൽ പല കാര്യങ്ങൾ നിങ്ങൾ ത്രൂ സെക്രട്ടറി ത്രൂ വേറെ ആരെങ്കിലും ത്രൂ ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തണം. അദ്ദേഹമായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് പോകും. ഞാനന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നിയൊരു സംഗതി ഉണ്ട്. നമ്മളിപ്പോൾ അതൊരു ജനകീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ്, ആ ഭരണാധികാരികൾ അനേക അപേക്ഷകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വരും. അതെ, ഒരു വ്യത്യാസമില്ല. ഇവിടെ അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താണ് ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നത്, ഞങ്ങൾ ഇരിക്കുന്നുണ്ട് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്നും അറിയത്തില്ല. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ട് നാളെ പോയി പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. ഇല്ല അത് ഇങ്ങനെ സാർ. അവിടെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ജന്മദിനം, അവിടെ ഒരു 2000 പേര് വന്നു. ഈ 2000 പേരിലേക്കും ഭഗവാന്റെ ശ്രദ്ധ ചെല്ലും. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2000 പേരെയും ഭഗവാന്റെ കണ്ണ് പതിയാതെ അവിടുന്ന് പോകാൻ പറ്റില്ല. അതെ, ഒരു പറയാമോന്നറിയില്ല, ആരതി ഒഴിഞ്ഞല്ലോ. അതെ, പറയണം. പിന്നെ തെറ്റിപ്പോണേ ഭഗവാൻ ക്ഷമിക്കട്ടെ. ആരതി ഒഴിയുന്ന സമയത്ത് അവിടെ അകത്തുനിന്ന് മഹാരതിയല്ലേ? അതെ. നമ്മൾ ഏത് കണ്ണുകൊണ്ട് കാണുന്നറിയില്ല. പക്ഷേ അദ്ദേഹം ഓർന്നിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നോക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വേറൊന്നും കാണുന്നില്ല. വീണ്ടും കണ്ണടച്ചിട്ട് വന്നിട്ട് നോക്കി, വീണ്ടും എത്തു. അത് തന്നെ ആ ഒരു ഗൗരവത്തുണ്ടല്ലോ, അത് ഏതൊരു എന്ന് പറ, അത് തന്നെ ഇങ്ങനെ രുദ്രഭാവത്തിൽ, രുദ്രമല്ല, അതൊരു പ്രത്യേക ഭാവത്തിൽ, വളരെ ഗൗരവത്തിൽ ഇങ്ങനെ എല്ലാവരും വച്ചിങ്ങനെ നോക്കും. കണ്ണടച്ച് വീണ്ടും മൂന്നാണ്. അങ്ങനെ കാണാൻ ഒരു മഹാഭാഗ്യം ലൈവിൽ കാണാൻ പറ്റുന്നുള്ളതാണ് സത്യം. ഇത് ഒരു സന്ദർഭം എന്ന് പറഞ്ഞത്, ഭഗവാൻ സമാധിക്ക് ശേഷം ഈ പറഞ്ഞ വിജയൻ അവനെ ഒരു സമനില തെറ്റി കിടക്കുകയാണ്. അവിടെ ചെന്ന് കരയും. ഭഗവാനെ ഞാൻ എന്ത് കാണും, എന്നെ അവിടെ ആരും നോക്കാണ്ട് കരച്ചിലാണ്. ഞാൻ പറഞ്ഞു, ഒന്നും പോയിട്ടില്ല, ആദ്യം നിൻ്റെ ഈ അന്ധത മാറ്റ്. തൊട്ടടുത്തിരുന്ന് ഭഗവാൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ കാണുന്ന പോലെ ഞാൻ ഗുരുവിനെ കാണും എന്ന് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞെങ്കിൽ അത് നമുക്ക് സൂചന തന്നതാണ്. നിനക്ക് കാണാൻ പറ്റും, നീ അതിനായിട്ട് ഒന്ന് നിൻ്റെ മൈൻഡ് സെറ്റ് ചെയ്താൽ മതി എന്ന് പറയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നീ ശ്രമം നടത്തി. അതിനുവേണ്ടി എനിക്ക് ഭഗവാനെ കാണണം എന്ന ശ്രദ്ധയോട് കൂടി നീ ഇരിക്കരുത്. ഇവൻ നേരെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ടും ക്ഷമയില്ല. നേരെ ഭഗവാന്റെ കിടക്കുന്ന പാദം ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ ഇങ്ങ് വന്ന് നമ്മുടെ വിഷ്ണു അവിടെ ചെന്നത് ഇങ്ങനെ ഇരുന്നത് മാത്രം അറിയാം. അപാര പ്രകാശത്തിൽ, വല്ലാത്ത പ്രകാശത്തിൽ, പല്ലക്കും വല്ലാത്ത പ്രകാശം. അതോടൊപ്പം വേറെ 4 പേരും ഇത് അവിടെ അതേ തോർത്തുന്നുണ്ട്. അവിടെ ഇരുന്നു. മറ്റു 2 നിന്നു. ഈ കണ്ണുറന്നപ്പോൾ ആരും കാണാനില്ല.
ഇത് എൻ്റെ രഹസ്യമായിട്ട് പറഞ്ഞു, ഇത് ദയവായി പുറത്ത് പോകും അത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സങ്കടം തീർന്നു. ഇനി എനിക്ക് ഒന്നും മേടിക്കാനില്ല, ഇനി ഞാൻ അവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കൂടെ ഉണ്ട് എന്ന് ഉറപ്പായി. സത്യം. ശരി. അതിങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതും വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് പോയി, എഴുതിക്കൊണ്ടൊന്നോട്ട് നോക്കി തോന്നില്ല. അത് ഭഗവാന്റെ അടുത്ത് വന്നിരുന്ന് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നും അല്ല ഭഗവാൻ കൊണ്ടുപോകണത്. ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി, ഭഗവാന്റെ ഭക്തർ എന്ന് പറയണ ശരിക്കും പറഞ്ഞാൽ ഈ ചാനല് ശ്രവിക്കുന്നത് ഭഗവാന്റെ ഭക്തരാണ്. അതെ അതെ. ഈ ഭഗവാന്റെ ഭക്തരെന്ന് പറയണ പലരും ഈ ചാനൽ കാണാറില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഭക്തരെന്ന് അഭിനയിച്ച് നോക്കണം അവരാരും കാണാറില്ല. ഈ കാണുന്നത് ഭഗവാന്റെ ഭക്തരാണ്. അവർ ഒരു ദിവസം ഈ ഞായറാഴ്ച രാവിലെ ചാനൽ കണ്ടില്ലെങ്കിൽ 6 മണിയെന്ന് പറഞ്ഞ സമയത്ത് അവർ രാവിലെ ഉറക്കമൊഴിച്ച് ഈ ഭഗവാന്റെ ഈ വചനം കേൾക്കാൻ വേണ്ടി അല്പം ലേറ്റായി പോയാൽ അവർ ഫോൺ തപ്പി വിളിക്കും. ഇപ്പം ഞാൻ തന്നെ പെട്ടിരിക്കുകയാണ്. ചാനല് അത്യാവശ്യം കൊണ്ടുപോകാതിരിക്കാനും വയ്യാത്തൊരവസ്ഥ. കാരണം ഭക്തർ അത്രയ്ക്ക് വ്യാഗ്രതയോടുകൂടി അവർക്ക് ഭഗവാന്റെ ഭക്തരിൽ നിന്ന് കേൾക്കുക, ഭഗവാനിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഭഗവാന്റെ വചനങ്ങൾ ശ്രവിക്കാൻ അവർ കാത്തിരിക്കും. എനിക്കിതൊരു അനുഗ്രഹമായിട്ടാണ് വന്നിരിക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡ്യൂട്ടിയിൽ ഇപ്പം ഞാൻ ബാങ്കിൽ ഞാൻ പോകുന്നുണ്ട്, സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് പോകുന്നു. അപ്പം ഒരുപാട് പ്രഷർ വരും, ഒരുപാട് വിഷയങ്ങൾ വരും. എല്ലാം കഴിച്ചിട്ട് രാത്രി നേരത്തെ കാണും, ഇന്ന് വന്നിട്ടുള്ളത് കൊണ്ടുവച്ചിട്ട് മാറ്റി വയ്ക്കും. രാത്രി ഇതെല്ലാം പോയതിന് ശേഷം അല്ലെങ്കിൽ നേരം വെളുപ്പം കാലത്ത് ഇത് ഏതെങ്കിലും 2 സമയം തിരഞ്ഞെടുത്തിട്ട് ഓണാക്കി സെറ്റ് വിട്ട് അങ്ങനെ കേൾക്കും ഭഗവാന്റെ സ്മരണകൾ. പിന്നെ ഭഗവാന്റെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പഴയ ഓർമ്മകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. സത്യം. ചിലപ്പോൾ ഒക്കെ നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ, ഞാൻ ആദ്യകാലങ്ങളിൽ ചെല്ലുമ്പോൾ ഭഗവാൻ കുറേ നേരം പുറത്ത് കാണില്ല. ഇവിടെ മണ്ഡപത്തിൻ്റെ അടുത്ത് പഴയ സ്ഥലത്ത് ഞാൻ ഇപ്പുറത്ത് നിൽക്കും. ഇവിടെ നിൽക്കുന്ന അവസരത്തിൽ കുറേ നേരം ഇങ്ങനെ നിൽക്കും, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണപ്പ് കഴിച്ച് ഒരു ഉച്ചയോടെ അടുപ്പിച്ച് ഇറങ്ങി വരാൻ തരും. അവിടെ ഭഗവാന്റെ ഭക്തനും നമ്മൾ പ്രാർത്ഥന ആക്കി കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒരിക്കൽ നമ്മുടെ ഗണപതി നമ്മുടെ മണ്ഡപത്തിന് തൊട്ടുമുമ്പിലുള്ള ഇത് കിട്ടിയിട്ടിരുന്നത് താഴെ മുറിയായിട്ട്, അത് കളം കുഴിച്ചിട്ടേക്കുന്ന സ്ഥലം പെട്ടെന്ന്. അപ്പോൾ അതിന് കോൺക്രീറ്റിൻ്റെ തലേദിവസം ഞാൻ അറിഞ്ഞു. ഞാൻ രാത്രി അവിടെ പോയിട്ട് വെളുപ്പം കാലത്ത് വെച്ച്, വളരെ വെളുപ്പം കാലത്ത് വെച്ച് രുദ്രം അവിടെ ആ മണ്ഡപത്തിൽ ജീവിച്ചിട്ട് 3-4 പേർ കുറച്ചെല്ലാം കഴിച്ചിട്ട് ഞാൻ എല്ലാവരും അന്ന് മണിയനുണ്ട്, മണിയും ഗോതമ്പ് പൂട്ടും പള്ളിപ്പുറം മറ്റേ പയറും ഒക്കെ തന്നു. സ്ട്രോങ്. അപ്പോൾ ഇനി നമുക്ക് കോൺക്രീറ്റ് എടുക്കാം സന്തോഷമായിട്ട്. എൻ്റെ തയ്യാറെടുത്തങ്ങ് നിൽക്കിയപ്പോൾ പെട്ടെന്നൊരു വിളി വന്നു, രമേശിനെ കൂടി ചെല്ലാൻ പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ കുറേ പൈസ ഇത് ഓരോ കുഴിയിലും കോൺക്രീറ്റ് ഇട്ടേക്കണം. ഞാൻ മാറ്റിക്കൊണ്ട് വന്നു. ഭഗവാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, രുദ്രജപത്തിൻ്റെ എഫക്റ്റാണ്. അതെ. ഞാൻ അത് കൊണ്ടുവന്നു. ഉടനെ തന്നെ കുഴിക്കകത്ത് എഞ്ചിനീയർ ഇറങ്ങുന്നു, വാങ്ങി തരൂ. ഞാൻ പറഞ്ഞു വെച്ചേക്കണം, ഭഗവാൻ എൻ്റെ കൂടെ വെച്ചേക്കണം. ഞാൻ ഇറങ്ങി ഓരോ സ്ഥലത്തും എല്ലാം കളം ഇടാൻ പറ്റി. അങ്ങനെ ഒരു മഹാഭാഗ്യം പിന്നെ അവിടുന്ന് എനിക്ക് തന്നു, പറഞ്ഞാൽ തീരാൻ പറ്റില്ല. അവിടെ നിന്ന് അത് തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞത്, നമ്മുടെ കല്ലിക്കാട് കല്യാണ മണ്ഡപത്തിന് മറ്റു മണ്ഡപമല്ല, മണ്ഡപത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ ഊട്ടുപര സ്ട്രെസ് ഉണ്ടല്ലോ ഇങ്ങനെ, അത് വെക്കണം. അതും ഞാൻ അറിഞ്ഞിട്ട് രാവിലെ, പക്ഷേ അവിടെ രാവിലെ ചെന്നു. നമ്മളെ അടുപ്പിക്കുന്നില്ല, ജോലിക്കാർ മാത്രമേ ഭഗവാൻ എല്ലാം അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. ദൂരെ മാറി അടുക്കളയിരിക്കുന്ന ഭാഗത്ത് ഞാൻ നിൽക്കുകയാണ്. അവിടെ ഇത്ര തിട്ടയുണ്ട്, ആ തിട്ടപ്പുറത്ത് ഭഗവാനെ മംഗളമായി നടക്കണേന്ന് പറഞ്ഞ് കട്ടയെടുത്ത് ഒരു കാര്യം സ്വസ്തി വരച്ചു. ഇത് പറയും, ഇത്രയും ജനക്കൂട്ടത്തിനാണ് എന്നെ ഇങ്ങനെ തൂഴി നോക്കണം, തെറ്റിപ്പോയോ ഭഗവാൻ മാപ്പ പേടിച്ച് പെണ്ണുമതിയാക്കി. സ്വസ്തി വരയ്ക്കുന്നത് എന്തായാലും നല്ലതിനാണ്. അത് ഒന്നും വരരുന്നുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ ഈ കൂട്ടത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ വരികയാണ് ദൂരം, ഞാൻ ഒളിച്ചു നിൽക്കുകയാണ്. അത് വരച്ചപ്പം മറയില്ലാത്ത ഭഗവാൻ എന്ത് പ്രവൃത്തിയാണ് അറിഞ്ഞൂടാ. സാർ, ഹിമാലയത്തിൻ്റെ അടിയിൽ പോയിരുന്ന് ഒന്ന് ചെയ്താലും ഭഗവാന്റെ കണ്ണ് മറയ്ക്കാൻ പറ്റില്ല. ഭഗവാന്റെ കണ്ണിനെ മറയ്ക്കാൻ പറ്റില്ല. അതും എല്ലാം സഹിക്കുന്നു. അതാണ് കണ്ട കാര്യം. അതാണ് സത്യം. സഹിക്കുകയാണ് അദ്ദേഹം. അതാണ് സത്യം. ഇത്രയും ക്ഷമയുള്ള ആരുമില്ല. വാത്സല്യനിധി ഭഗവാൻ. അപ്പോൾ നമുക്ക് ഇത്രയും സമയം ഈ തിരക്കിൻ്റെ ഇടയിലും വന്ന് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി സമയം ചെലവഴിച്ച അന്ന് നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം അത് തമ്പുരാൻ്റെ ഭക്തനാണ്, തമ്പുരാൻ്റെ ആളാണ്. അതുകൊണ്ട്
അതിന് ഞാൻ എന്തെങ്കിലും ഒരു നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് എന്നാലും ഇത്രയും സമയം വന്നതിന് ചാനലിൻ്റെ പേരിലും തമ്പുരാൻ്റെ പേരിലും ഞാൻ അന്ന് നമസ്കാരം.